ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് കുറച്ച് പ്രോൺസ് കിട്ടിയായിരുന്നു. നമ്മുടെ കുഞ്ഞു കൊഞ്ചായിരുന്നു. അപ്പോൾ അത് വെച്ച് നല്ലൊരു അടിപൊളി റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ളൊരു കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് എന്തായാലും പറയണം കേട്ടോ. ആദ്യം അടുപ്പിലൊരു ചട്ടി വയ്ക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഇതാവരുത്, ഒത്തിരി നേരം ആവരുത്. ആ പ്രോണൊക്കെ ഒന്ന് റൗണ്ട് ആവുന്ന സമയത്ത് നമ്മളതിനെ കോരിയെടുക്കണം. ഓക്കെ, സോ ഇതേപോലെ ആവുന്ന സമയത്ത് നമ്മളതൊന്ന് മാറ്റിയെടുക്കുന്നു. എന്നിട്ട് അതേ എണ്ണയുടെ അകത്തോട്ട് നമ്മൾ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് ആ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വരണം. അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളി ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. ഞാൻ വലിയ ഉള്ളിയാണ് ഇട്ടത്, അതായത് നമ്മുടെ സവോളയാണ് ഇട്ടത്. അപ്പോൾ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചത് ഇടുക. അത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. നല്ല പച്ചമണമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വരും, നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇനിയാണ് നമ്മൾ പൊടികളൊക്കെ ഇടേണ്ടത്. എല്ലാത്തിലും ഇടുന്ന പോലെ തന്നെ ഇതിലും ഇടണം. കാശ്മീരി ചില്ലി പൗഡറാണ് 2 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇടുക, അത്ര തന്നെയുള്ളൂ. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള 1 സ്പൂണ് നമ്മുടെ സാദാ മുളക് പൊടി. ഓക്കെ, അപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ട്, സാദാ മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, പിന്നെ ഇനി നമ്മൾ പെപ്പറും കൂടി ഇടും കേട്ടോ. പിന്നെ പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതെല്ലാം മറിച്ചൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് തക്കാളി ഇടണം. അപ്പോൾ ഒരു വലിയ തക്കാളിയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 ചെറിയ തക്കാളി. നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ കുടംപുളിയും കൂടി ഇടുന്നുണ്ട്. അത് കാരണം അപ്പോൾ അത്യാവശ്യത്തിന് ആ ഒരു തക്കാളി ഒന്ന് വഴന്ന് കിട്ടുന്ന അത്രയ്ക്കുള്ള തക്കാളി മതി. അതിൻ്റെ അകത്തോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം. വേവിച്ച തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ നന്നായിട്ട് അങ്ങനെ വേവിക്കണം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം, അല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുടംപുള്ളിയുടെ വെള്ളം ഒരു കുഞ്ഞു പീസ് മതി കേട്ടോ. കുടംപുള്ളി ഒത്തിരി വേണ്ട, ജസ്റ്റ് കുടംപുള്ളിയും പ്രോണും കൂടിയാണ് ഒരു നല്ലൊരു ടേസ്റ്റ് വരിക ശരിക്കും. അപ്പോൾ കുടംപുള്ളിയും കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച കൊഞ്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ കൊഞ്ച് എപ്പോഴും ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് 3 മിനിറ്റ് വേവിക്കാൻ പാടില്ല. അതിൽ കൂടുതലാകുമ്പോഴത്തേക്കും റബ്ബർ പോലെയാണ്. അപ്പോൾ ഓൾറെഡി ഒരു മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ സപ്പോസ് ഇനി അതിനകത്ത് വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ നന്നായിട്ട് ആ പാൻ അടപ്പ് തുറന്ന് നന്നായിട്ട് ഇളക്കി നന്നായി വരട്ടി അങ്ങ് എടുക്കണം. ഓക്കെ, നല്ല വറ്റിച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കണം. സോ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ കൊഞ്ച് റോസ്റ്റ്. കണ്ടില്ലേ എന്ത് അടിപൊളിയല്ലേ കാണാൻ. നമ്മൾ കുറച്ച് ചോറിൻ്റെ അകത്തോട്ടിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേനും എൻ്റെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.